നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം കുറച്ച് വൈകിയിട്ടിരിക്കും, ഒരു 10-11 മണി അതിൻ്റെ. ഇന്നലെ രാത്രി തൊട്ട് നേരം എടുക്കണ ഒരു ഭയങ്കര മൈഗ്രൈൻ്റെ തലവേദനയും രാവിലെ എനിച്ചപ്പോൾ ഛർദിയൊക്കെ ആയിരുന്നു, തീരെ വയ്യായിരുന്നു. പിന്നെ വേറെ എന്താ വെച്ചാൽ പൊന്നു ഷെബിയും ആലുവല വർക്കപ്പോൾ അവർ ആലുവയിലേക്ക് ഇപ്പോൾ വർക്കൽ ഇന്നലെ ആലുവയിലായിരുന്നു, ഇന്നും ആലുവയിലാണ്. ഇപ്പോൾ വർക്കൽ ഇപ്പോൾ നമ്മുടെ കാർത്തുമ്പോള് ആദ്യം ഫോൺ വിളിച്ചേട്ടാ കൂടി കാർത്ത് എന്തായെന്ന് അറിയാൻ വേണ്ടി വിളിച്ച. കാർത്തു പുലർച്ചെ 4:30 അടിച്ചിട്ടിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ഒന്നും എടുത്തു, പക്ഷെ എനിക്ക് പറ്റില്ല. മൈഗ്രൈൻ്റെ തലവേദന കാരണം ഒരു 10 മിനിറ്റ് നമ്മുടെ അടുത്തൊന്നും കിടന്നു അല്ലേ, അത് എനിക്ക് പറ്റില്ല. എപ്പോഴും 5 മണി. ഇപ്പോൾ കുഞ്ഞ് അപ്പോൾ ഉറങ്ങിയിട്ടുള്ള ഓട്ടുന്ന കുഞ്ഞ് അവളുടെ അടുത്തായിരുന്നു. കുഞ്ഞിനെ വിളിച്ചത് കുഞ്ഞ് 9:30 വരെ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് നടന്ന് ഉറക്കിയിട്ടുണ്ട് കേട്ടോ. കൊണ്ട് നടന്ന് ഉറക്കില് അതിൻ്റെ ഇടയിൽ ഇവള് പാല് മുപ്പിട്ട് പാല് കുടിക്കുന്നില്ല. അപ്പം അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇതിനെ ഒറ്റക്കൈ കൊണ്ട് ഉണ്ടാക്കി എടുത്ത് അങ്ങോട്ട് പോയി. അപ്പം അത് ഞങ്ങളൊന്നും പറഞ്ഞത് ഉറങ്ങണില്ല. എന്നിട്ട് കുഞ്ഞൻ പാവം എനിക്ക് തലവയ്ക്കാൻ കുഞ്ഞ് എന്നെ വിളിച്ചു. ദോശ ഒറ്റക്കൈ കൊണ്ട് ഇന്ന് ദോശ നെയ്യൊക്കെ ഇട്ട് ചുട്ടത് കൊടുത്തു. പിന്നെ ഡ്രൈ ഫ്രൂട്ട് ഉണ്ടായിരുന്നു, അത് കൊടുത്തു. അല്ലാണ്ട് അവൾ പാല് കുടിക്കില്ല. പാല് കുടിച്ച് കുറച്ച് നേരം ഉറങ്ങും, പക്ഷെ പാല് കുടിക്കുന്നില്ല. കുഞ്ഞിനെ സമ്മതിക്കണം കേട്ടോ. 9:30 വരെ 4:00 4:45 5 മണി തൊട്ട് 9:30 വരെ കാർത്തൂർ എടുത്തോണ്ട്. അതായത് പൊന്നു കുഞ്ഞോൻ അമ്മയ്ക്ക് തീരെ പറ്റില്ല, ഞാൻ ഉറങ്ങട്ടെ എന്ന്. എനിക്ക് അതിനേക്കാൾ അവസ്ഥ ഞാൻ വേഗം എണിച്ചു. ഞാൻ തലവേദനയുടെ ഗുളിക എടുത്ത് കഴിച്ചു. കുറേ ഗുളിക കഴിക്കണം. എനിക്ക് തലവേദന ഗുളിക കഴിക്കാൻ പേടിയാണ്. ചല്ലേനും കിട്ടിയില്ല. ഇവരുടെ കാര്യമൊക്കെ കണ്ടറിയേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഈ തലവേദന ഗുളിക എൻ്റെ ലൈഫിൽ കുറേ കഴിച്ചിട്ടുണ്ട്. ഇനിയും കഴിക്കേണ്ട പരമാവധി ഞാൻ ഒഴിവാക്കിയായിരുന്നു. പക്ഷെ ഞാൻ എണിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തീരെ വയ്യ. അപ്പോൾ കാർത്തൊക്കെ തന്നെ ഞാൻ ഛർദ്ദിച്ചു. ഭയങ്കര ഓക്കാനും ഇങ്ങനെ ഒരു മഞ്ഞ കൊഴുത്ത വെള്ളം ഛർദ്ദിച്ചു. ഭയങ്കര വേദനയും. അപ്പോൾ അന്നയുടെ അടുത്ത് പോയിട്ട് അപ്പോൾ എൻ്റെ ഒക്കത്തിൽ നിന്ന് കാണ്ട് ഞാൻ ഛർദ്ദിക്കുന്നത്. അപ്പോൾ അന്നയുടെ ഒക്കത്തിൽ നിന്നിട്ട് അന്നയുടെ ഞാൻ പറഞ്ഞൊന്ന് എടുത്തതിനിടയ്ക്ക് തീരെ പേര് അന്നയുടെ പുറമൊഴിഞ്ഞതിൻ്റെ ഇവിടെ ഒക്കത്തുണ്ട്. അപ്പോൾ ഞാൻ എന്നിട്ട് ഒന്ന് എടുത്തത്. ഇപ്പോൾ വായൊക്കെ കേൾക്കേണ്ട മകനിക്ക് നിൽക്കാനും പറ്റുന്ന ഛർദ്ദിച്ചപ്പോഴേ അങ്ങനെ അവളെ എടുത്തിട്ട് എന്നിട്ട് ഇവിടെ ഒക്കെ നടന്നു, പുറത്തൊക്കെ നടന്നു. അവൾ വാശി കണ്ടത് വേണ്ടിക്കാണ്. അന്നേട്ട കാർത്തൂൺ എടുത്തിട്ട് ഇവിടെ ഒക്കെ നടന്നു, പുറത്തേക്കൊക്കെ പോയി. പക്ഷെ കരച്ചിൽ ഒരു അക്ഷരം കരച്ചിലിന് ഒരു കുറവും വന്നില്ല കേട്ടോ. എന്താ വെച്ചാ പാല് കുടിച്ചാ അച്ഛന് വയ്യടി. അപ്പൊ എന്താ പറയാ കുറേ കൊണ്ട് നടന്നിട്ട് ഒരു രക്ഷ ഉണ്ടായില്ല ചേട്ടാ. ഉണ്ടായാ പൊറൊഴിയുമ്പോ അവള് വിചാര അന്നേട്ടൻ എന്തോ ചെയ്തു എന്നാ, ഉപദ്രവിച്ചു എന്ന് വെച്ചിട്ടിരിക്കുന്നത്. ഈ കുട്ടികൾക്ക് അറിയില്ല. അപ്പം അച്ചാച്ച എടുത്തപ്പോൾ കുട്ടിക്ക് പിന്നെ വിഷമായി. പിന്നെ അന്നേട്ട് പറഞ്ഞു പെറ്റുന്നില്ല, നീ എന്നെ എടുത്താണ് കൊടുന്നപ്പോഴേ ഇന്നെ അടുത്ത ആഴ്ച ഇവിടെ കഴുത്ത് വെച്ച് ഇങ്ങനെയൊക്കെ ചാഞ്ഞ് കിടന്നിട്ട് ഇന്നെ ഇവിടെ ഒഴിഞ്ഞേരിയ മുഖം ഒഴിഞ്ഞേരിയ പാലിൻ്റെ അടപെട്ടിട്ടുണ്ട് മോന്താ ഒഴിഞ്ഞേരിയ കാണിക്കുന്നുണ്ട്. അപ്പോൾ വിഷമമായിട്ട് ശരിക്കും അതൊക്കെയാണ് യഥാർത്ഥ സ്നേഹം. കളങ്കില്ലാത്ത സ്നേഹം, ഒന്നും പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുന്ന സ്നേഹം കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞ കാർത്തോനെ ചെയ്യണപ്പോൾ ഭയങ്കര വിഷമമായി. അതിങ്ങനെ കെട്ടുപിടിച്ചിട്ട് അങ്ങനെ അള്ളി എടുത്തിട്ട് എന്നെ കൊണ്ട് ഒഴിയുക. അങ്ങനെ കുറേ നേരം അത് സ്നേഹപ്രകടനങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ എന്നെ പേടിപ്പിക്കാൻ തുടങ്ങി. അവളെ എന്നിട്ട് എനിക്ക് അവിടെ ഇങ്ങനെ ആട്ടിയൊന്നും ഉറങ്ങും, ഇങ്ങനെ ആട്ടി കഴിഞ്ഞാൽ ഉറങ്ങും. പക്ഷെ ഓട്ടോമാറ്റിക് ഇയർബൻസും മൈഗ്രൈൻ്റെയും എല്ലാം കൂടി ഛർദ്ദിക്കാനൊക്കെ എനിക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ. അപ്പോഴേക്കും ഒന്നും പറ്റില്ല. എങ്ങനെയൊക്കെയോ ഉറക്കി കെടുത്തിയിട്ടുണ്ട്. എത്ര നേരം കെടുക്കുന്നു ഒരു ഉറപ്പില്ല. നേരം കൊണ്ട് ശബ്ദം കേട്ടപ്പുറം ഞാൻ ഡോറ് 2 സൈഡ് പോകുന്നുണ്ട്. ആരും കടന്നില്ല, ഭയങ്കര ബ്ലോക്കാണ്. പിന്നെ ബ്ലോക്ക് ഉണ്ടാവും. അപ്പോൾ അവധിയല്ലേ. പിന്നെ അപ്പോൾ അതേ കുണിക്ക് ദോശയും സാമ്പാറിരിക്കണ്ടത് പോട്ടെ. തക്കാളി കറി തന്നെയാണ്. ആകെ 3 ദോശക്കുള്ളൂ. തക്കാളി കറി ഉണ്ടാകുന്നുണ്ടല്ലോ. 3-4 ദോശക്കുള്ള മാവ് ചട്നി പോരെ ചട്നി അരക്കാൻ ഞാനാണ്ട് അതിന് എന്തോട്ടത് വണക്കണം. ഒരു 3 ദിവസം തിന്നാൻ വേണ്ടിട്ട് 2 സാമ്പാർ തക്കാളി വേണോ? ചട്നി പോരെ. ചട്നി സാമ്പാർ എന്ത് കറി വേണ്ട? എന്ത് കറി വേണ്ട? തക്കാളി കറിയാ. ഇനിയിപ്പോ ഒന്നിരിക്കുമ്പോ പിന്നെ വേമ്പൊക്കെ കിട്ടും. കുടിച്ചിട്ട് മോത്ത് വെച്ച് എന്താ വേണ്ട? ദോശയും തക്കാളി കറി വേണം അല്ലേ? താഴത്ത് നിൽക്കുക. അപ്പൊ അതൊക്കെ സെറ്റാക്കട്ടെ. അമ്മ സെറ്റാക്കിയിട്ട് ഉച്ചയാകുമ്പോള് തന്നെ ആകുമ്പോ നമുക്ക് പുട്ടുണ്ടാക്കി പപ്പ ഉണ്ടായി. പണി കുറഞ്ഞ മീനായിട്ട്
ഒരു സവാള മതിയോ? വലിയ സവാള. ഒരു സവാള തക്കാളത്തിൽ ആകെ അരി മാവളേ അതാണോ. അങ്ങനെ എന്നത്തെ പോലെ രാവിലത്തെ പണിയൊക്കെ തുടങ്ങിയിട്ട് അപ്പോൾ നമ്മുടെ കുണിക്കുമ്പോഴേക്ക് ഇന്ന് തക്കാളിക്കറി തന്നെ വേണം ഇഡ്ഡലി ദോശയ്ക്കിട്ട. പിന്നെ അവർക്ക് ഈ ചട്നി സാമ്പാറിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഈ തക്കാളി ചമ്മന്തി തക്കാളി കറി ഒക്കെ ഇട്ട. അപ്പോൾ പിന്നെ ഞാൻ ആകെ ഒരു 3-4 ദോശയ്ക്കുള്ള മാവേ ഉള്ളൂ. പിന്നെ കുഴപ്പമില്ല, കുണിക്ക് അത് കഴിച്ചോട്ടേ എന്ന് കഴിച്ചു വിട്ടാം. അങ്ങനെ ഞാനിത് ഒരു സബോള, 2 തക്കാളി, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, ഒരു 3-4 വെളുത്തുള്ളി, തൊലിയൊന്നും കളഞ്ഞില്ല, നന്നായി കഴുകിയിട്ട് അത് ചതച്ചെടുത്തു കേട്ടോ. അപ്പോഴേക്കും പുട്ടിന് ആവിയായിട്ടുള്ള കുക്കറിൽ വെള്ളം കയറ്റി വെച്ചു. അപ്പോൾ നമ്മുടെ വീട്ടിലെ ദേശീയ ഫുഡ് എന്താ വെച്ചാൽ പുട്ടാണ് കേട്ടോ. മിക്ക ദിവസം പുട്ടുണ്ടാവും. എന്താ വെച്ചാൽ പുട്ടിന് കറികൾ വെറൈറ്റി ആക്കി കഴിഞ്ഞാൽ വെറൈറ്റി ടേസ്റ്റുകൾ വരും. നമ്മൾ എന്നും ചോറ് കഴിക്കുന്നത് നമുക്ക് മടുക്കില്ല. എന്തുകൊണ്ട് വെച്ചാൽ ഇന്ന് മീൻ സാമ്പാർ മറ്റേ വേറെ ഉപ്പേരി അതേപോലെ തന്നെയാണ് പുട്ട് നമ്മൾ ഒരു കറി കൂട്ടിയിട്ടല്ലേ എന്നും കഴിക്കുക. ചിലപ്പോൾ കടന്നക്കറി, ചിലപ്പോൾ ചെറുപ്പയർ ഉപ്പേരി അല്ലെങ്കിൽ മീൻ കറി. അപ്പോൾ വേറെ ടേസ്റ്റാണ്. പുട്ടായാലും വേറെ ടേസ്റ്റാണ് നമുക്ക് കിട്ടുക. എനിക്കും കുഞ്ഞനും അനുവനും കുണുക്കിനും പുട്ട് ഇഷ്ടമാണ്. കുഞ്ഞിനും ഷെബിക്ക പൊന്നും പിന്നെ കുഴപ്പമില്ല. ഷെബിക്കാണ് പുട്ടിനോട് ഇഷ്ടമായത്. പക്ഷേ കാർത്തൂനടക്കം പുട്ട് ഇഷ്ടാട്ടാ. ഇവിടെ കാർത്തിരുന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ബഹളം ഉണ്ടാക്കുന്നവർ ഇവിടെ പാലാണ്ട് ചീത്താണ്ടിരിക്കും. കുടിക്കാൻ വയ്യ. പൊന്നിച്ച് കുളിക്കാൻ പോകാൻ വേഗം. അങ്ങനെ നമ്മുടെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ അടുത്ത് കുണിക്കാനുള്ള തക്കാളി കറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാട്ടോ. അപ്പോൾ സത്യമാണ് ഈ തക്കാളി കറി ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ മറ്റുള്ള പാത്രത്തിൽ ഉണ്ടാക്കണേക്കാളും കുറച്ച് ടേസ്റ്റ് കൂടുതലായിട്ട് നമുക്ക് ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ. അങ്ങനെ ഈ തക്കാളി കറി ഉണ്ടാക്കാനുള്ള പരിപാടി എനിക്ക് മൺചട്ടിയിലാട്ടെ സത്യം പറഞ്ഞാൽ തക്കാളി കറി, മീൻ കറി, ഉപ്പേരി അതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഈ ഒരു ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഉണ്ട് കേട്ടോ. 2 ചട്ടി ഉള്ള മയങ്ങിയത് പൊട്ടാറാകുമ്പോഴേക്കും വേറെ 2-3 ചട്ടി കൂടി മേടിച്ച് മയക്കണം. അപ്പോൾ നമ്മൾ തക്കാളി ഇട്ട്, സവാള ഇട്ട്, തക്കാളി ഇട്ടു. ഇങ്ങനെ തക്കാളി കറി ഇട്ടാലും ഉണ്ടാക്കിയാലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ദോശയ്ക്കായാലും ഇഡ്ഡലിക്കായാലും ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു തക്കാളി കറി കൂട്ടിയിട്ട്. നമുക്ക് സാമ്പാർ ചട്നി കൂട്ടി കഴിക്കുമ്പോൾ ദോശ മട്ടിപ്പ് തോന്നും. പക്ഷേ ഇത് കൂട്ടി കഴിച്ചാൽ നമുക്ക് മട്ടിപ്പ് കാരണമൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഇതേ അപ്പുറത്ത് നമ്മൾ പുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതേ കുട്ടി ദോശകൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. കുണുക്കിക്കും നെയ്യ് ഒഴിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ ചെറുപ്പയർ കഴുകിയെടുത്ത് തന്നു. അതിൽ ഉപ്പിട്ടു. പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ അതേ കുക്കറിലേക്ക് തന്നെ ചെറുപ്പയർ വേഗം തട്ടാന്നുള്ള പരിപാടിയായിരുന്നു. അങ്ങനെ പുട്ടുണ്ടാക്കി കഴിഞ്ഞു. ചെറുപ്പയർ ഞാൻ കുക്കറിലേക്ക് തട്ടിയിട്ടാണ് ദോശ ലാസ്റ്റത്തെ ദോശ കൊണ്ട് ചുട്ടെടുത്തു. സത്യം പറഞ്ഞാൽ ചെറുപ്പതാന്ന് വെച്ചിട്ടായിരുന്നു പണി. എന്താ വെച്ചാൽ ഇന്നലെ നമ്മൾ എണീക്കുമ്പോൾ തന്നെ കുറച്ച് വൈകിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ കുറേ ആൾക്കാർ പറയേണ്ടത് എൻ്റെ സംസാരം മനസ്സിലാവില്ല എന്നൊക്കെ കേട്ടോ. അത് എന്താണെന്ന് വെച്ചാൽ അത് എൻ്റെ സംസാരം അങ്ങനെ തന്നെയാണ്. അത് നമ്മൾ മാറ്റണമെന്ന് വെച്ചാലും മാറ്റാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആരും അങ്ങനെ തെറ്റായി ചിന്തിക്കേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ ആയപ്പോൾ അത് പുട്ട് കൊണ്ടുവച്ചു, തക്കാളി കറി കൊണ്ടുവച്ചു, ദോശ കൊണ്ടുവച്ചു. ഇനി നമുക്ക് അടുത്ത പരിപാടി ചെറുപ്പയർ കാച്ചണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ചെറുപ്പയറും പുട്ടും. അതിലൊരു അച്ചാറോ പപ്പടമോ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ വെളുത്തുള്ളി നന്നാക്കി, ചുവന്നുള്ളി പിന്നെ നന്നാക്കി ഇത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇപ്പുറത്ത് വന്ന് കട്ടൻ ചായ, ഇപ്പുറത്തല്ല അവിടെ തന്നെ ഞാൻ കട്ടൻ ചായ വെച്ചിട്ടുണ്ടെന്ന് കട്ടൻ ചായ ഉണ്ടാക്കി ഇറക്കി. എന്താ കൊടുക്കാം? ആരെ വിളിച്ചോ നോക്കിക്കോട്ടെ, ഇനി വിളിക്കുമ്പോഴേക്കാം കൊണ്ടക്കും ഫോൺ കൊണ്ടക്കും. അങ്ങനെ ഇത് എന്താ പറയുക എൻ്റെ ഇടയിൽ കുണിക്ക് ഫോൺ കൊണ്ട് തന്നിട്ട് ആരും വിളിച്ചു തന്നിട്ട് അങ്ങനെ നമ്മുടെ ഉപ്പേരിക്ക് ചുവന്നുള്ളി വെളുത്തുള്ളിയൊക്കെ ഇട്ടു, കറിവേപ്പിലിട്ടു. കുറച്ച് നാളികേരം ഉണ്ടെങ്കിൽ നാളികേരം ഇടാട്ടെ നമുക്ക് മൂത്തതിന് ശേഷം. അതായത് കുത്തിമുളക് മൂത്തതിന് ശേഷം കുറച്ച് നാളികേരം ഇട്ടു. പക്ഷേ എൻ്റെ നാളികേരം ഇല്ലാത്തതാണ് ഞാൻ നാളികേരം ഒന്നും ഇട്ട് കൊടുത്തില്ല. ആ ചെറുപ്പയർ കൊണ്ട് തട്ടി ഒന്ന് ചൂടാക്കിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ കാർത്തുമോളും ഏനിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കാർത്തുമോളും ഏനിച്ചെല്ലാം ഉറങ്ങിയിട്ടില്ല. ഒക്കത്ത് കിടക്കുന്നുണ്ട്. പൊന്നു ഷേപ്പില്ലാത്താനും ഒന്നില്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഒക്കത്ത് അല്ലെങ്കിൽ എൻ്റെ ഒക്കത്ത് താഴെ ഇരിക്കില്ല കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ദോശയും തക്കാളി ചമ്മന്തി. അത് ഉണക്കിക്കണത്. ഞങ്ങൾക്ക് പുട്ടും പപ്പടം ചെറുപ്പയർ കറി കട്ടൻ ചായയും സാമ്പാറുണ്ട്. ലാലേട്ടൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാറുണ്ട് അല്ലേ പുട്ടും സാമ്പാറും. ഞങ്ങൾ കഴിക്കാറുണ്ട് കേട്ടോ. അതിന് ഫ്ലൈറ്റ് എത്തട്ടില്ലേ.
സ്റ്റുഡിയോ അതാ മൂന്നാളോ അതെ ഇത് 2 കാട്ടുമൃഗങ്ങളാണ് നീ നല്ലത് 2 കാട്ടുമൃഗങ്ങൾക്ക് കാട്ടുമൃഗങ്ങൾ ഇട്ട് കൊടുത്തു. അപ്പൊ നീ ഇന്ന് ഓഗസ്റ്റ് 16-ാം തീയതി ഇന്ന് ഉണക്കിയും സ്കൂൾ വന്നിട്ട് അവർക്ക് 2 നല്ല ചുമ നേരെ എടുക്കണ വരെ 2 ആൾ ഉറങ്ങിയിട്ട് ഭയങ്കര ഡ്രൈ ചുമയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചുമ. രാത്രി ഉറങ്ങിയിട്ടില്ല ഉറങ്ങാൻ ചുമയുടെ മരുന്ന് കൊടുത്തിട്ട് ഒന്നും ഉറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഉറങ്ങട്ടെ അയച്ചു. അപ്പോൾ പറഞ്ഞയച്ചാൽ ശരിയല്ല എന്താ വെച്ചാൽ ഇനി അവിടെ പോയിട്ട് തലവേദന ചുമ പിന്നെ പൊടിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഇവിടെ മാറാടി കാരണമൊക്കെ ഒന്ന് ചെറുതായിട്ട് അവിടെ പൊടി തട്ടില്ല അവിടെ നിന്ന് കിട്ടിയതാണ്. പക്ഷേ 2 ദിവസമായി മിഞ്ഞാന്ന് രാത്രിയാകുമ്പോൾ ഇന്നലെ പുലർച്ചോട് കൂടിയിട്ട് നല്ല ശ്വാസം മുട്ടായിരുന്നു കൊടുക്കുന്നത്. എന്നിട്ട് സ്പ്രേ ചെയ്തിട്ടൊക്കെയാണ് കിടന്നത്. ഇന്നാകുമ്പോൾ നല്ല ചുമയും മുട്ടലും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കുടിക്കാൻ എന്തോന്നല്ല അപ്പം അത് കുടിക്കും വരട്ടെ ഇരട്ടകൾ എന്താണ് അവർ എന്താ വെച്ചാൽ അവർ ഒരുമിച്ച് എപ്പോഴും നടക്കണേ. അങ്ങനെ ഇപ്പം രാവിലെ ചെയ്തപ്പോൾ എന്നേട്ടൻ തെങ്ങ് കയറണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് പോകാനായിട്ട് എവിടെയാണോ തോട്ടിയാണെന്ന് അറിയില്ല. നാളികേരൊക്കെ കഴിഞ്ഞ് അപ്പോൾ അതിന് തെങ്ങ് കയറേണ്ടവിടേക്ക് പോയിട്ടുണ്ട്. പിന്നെന്താ കാർത്തും കൂടെ ജസ്റ്റ് ഈ വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡ് അവരുടെ റൂമിലായിരുന്നു. അപ്പോൾ ഒന്ന് പോയി തട്ടിയത് സ്റ്റാൻഡ് കിട്ടുന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കും. തട്ടിയപ്പോൾ ആശയത്തെ എണിച്ചിരുന്നിട്ട് ഞാൻ എടുത്തില്ലെങ്കിൽ പിന്നെ ഭയങ്കര നിലവില്ല. അപ്പം ഞാനിവിടെ കട്ടണ വിളിച്ചിരുന്നു. അവളെ എത്തിച്ചു ഇയാളെ തുറക്കണ വാതിൽ തട്ടിയിട്ട് അവർ തുറക്കുന്ന ആൾ അമ്മമ്മയെ വരിക എന്നവൾക്ക് അറിയാം. നമ്മളൊന്ന് എഴിച്ചിരുന്ന് നോക്കാം. അപ്പം ഞാൻ 10 താഴ്ത്തിരുന്നു കട്ടൻ്റെ അവിടെ താഴ്ത്തിങ്ങനെ നമുക്ക് കണ്ടാണ്ട് കുഞ്ഞു ആശാത്തി പിന്നെ തുടങ്ങി നിലവിൽ തുടങ്ങി. പിന്നെ കണ്ടു എൻ്റെ കൂടെ പോന്നു. കുറച്ച് നേരം എടുത്ത് നടന്നു കളിപ്പിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പൊന്നിൻ്റെ അടുത്ത് കൊണ്ട് എടുത്തിട്ട് പറയും അമ്മമ്മ ഇപ്പം വരാം പാപ്പ് ഉണ്ടാക്കണോണ്ട് 1/2 മണിക്കൂർ അവളെടുത്ത് നടന്നു കേട്ടാ. അമ്മമ്മ പാപ്പ് ഉണ്ടാക്കിയിട്ട് വരാം എല്ലാവർക്കും പാപ്പ് കഴിക്കണ്ടേന്നൊക്കെ പറഞ്ഞപ്പോൾ തലൊക്കെ ആയിട്ട് അങ്ങനെ കൊണ്ടെടുത്തിട്ട് കിടന്നു കേട്ടാ. ബാക്കി ആരും വെച്ചിട്ടില്ല ഞാനും 2 മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ രാവിലെ അതിനായിട്ട് ഞാൻ ബാത്റൂമിൽ പോയിരുന്നത് കൊണ്ട് ഞാൻ ചോറ് തിളപ്പിച്ചിട്ട് വെച്ചിട്ട് മീൻകറി ചൂടാക്കി വെച്ചിട്ടുണ്ട്. കടലും വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. ഞാൻ ഉണക്കപ്പയർ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് പയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ഉച്ചത്തേക്ക് എരിശേരിക്കാം. പൊന്നിൻ്റെ പരാതി അമ്മ ഞാനുള്ളപ്പോൾ പുട്ടും കടല ഉണ്ടാക്കി. അവൾക്ക് പുട്ടും കടല ഇഷ്ടമില്ല. പുട്ടും മീൻകറി ഇഷ്ടമാണ്, പുട്ടും കടലക്കറി ഇഷ്ടമില്ല കേട്ടോ. അപ്പം ഞാനുള്ളപ്പോൾ അമ്മയാണ്. പക്ഷേ ഞാൻ ഇന്നലെ ഇഡ്ഡലിക്ക് ഉണ്ടായിച്ചു. പക്ഷേ എനിക്ക് ഇന്നലെ തീരെ ഞാൻ പറയും ഇന്നലെ വീഡിയോ എടുത്തു. രാവിലത്തെ ഒക്കെ വീഡിയോ എടുത്തു. രാത്രി ആകുമ്പോഴേക്കും എനിക്ക് തീരെ വയ്യ. അങ്ങനെ ഞാൻ കിടന്ന് ഉറങ്ങി. രാത്രിയുടെ ഉച്ചയാകുമ്പോഴേക്കും തീരെ വയ്യ. കറി ഞാനൊരു വേവിച്ചിട്ട് 4 മീൻ കറി വെച്ച് മീനൊക്കെ അതിനായിട്ട് നന്നാക്കിയാന്നുണ്ടായിരുന്നു. എനിക്ക് കറി വയ്ക്കാൻ പോലും നിൽക്കാൻ വയ്യ. അത്രയും ആവശ്യതയായിരുന്നു കേട്ടോ. പിന്നെ ഈ മൈഗ്രൈൻ്റെ തലവേദന അങ്ങനെയൊക്കെയാണ്. പിന്നെ ഒന്ന് ഉറങ്ങി ഇച്ചിരി ലൈറ്റോ ശബ്ദമൊന്നും ഇല്ല. ഒന്ന് പോയി റൂമിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ബെഡ്ഷീറ്റ് മുഖത്ത് അതായത് നമ്മൾ പതിക്കുമ്പോൾ മുഖത്തൂടെ ഇടും. ചെവിയിൽ നല്ല കട്ടിയിൽ പതുപ്പിടും ശബ്ദങ്ങളെ കണ്ടിക്കാൻ. അങ്ങനെ കുറച്ച് നേരം കൊണ്ട് ഉറങ്ങി. പിന്നെ ഒന്ന് ഗുളിക കഴിച്ചുകൊണ്ട് മാത്രം പറയില്ല. കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് എടുത്താൽ മാത്രമേ മൈഗ്രൈൻ്റെ തലവേദന കൊടുക്കും. അതുള്ളവർക്ക് അതിൻ്റെ അവസ്ഥ അറിയുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കറി കഴിച്ച് അപ്പോൾ ഇനിയിപ്പോൾ പുട്ട് കടലക്കറി. അപ്പോൾ ഇഡ്ഡലിക്ക് ഇടാൻ പറ്റിയില്ല. അപ്പോൾ പൊന്നിന് വരാതി ഞാനില്ലാത്തപ്പോൾ അമ്മ തക്കാളി കറി ഇഡ്ഡലിനും തക്കാളി കറി ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ സാമ്പാർ ചട്നിയൊക്കെ ഉണ്ടാക്കും. ഞാൻ വന്നു കഴിഞ്ഞാൽ അമ്മ ഉണ്ടാക്കിയില്ലേ പരാതി. അപ്പം ഞാൻ പറഞ്ഞു അമ്മ നാളെ ഉണ്ടാക്കിയത്. പക്ഷെ അവിടെ നിന്ന് പോകുന്നു അവർക്ക് പോകേണ്ട കാര്യം. അത് നാളെ മറ്റന്നാളെ എന്തായാലും വരും. എന്ന് വെച്ചാൽ മറ്റന്നാൾ ഞായറാഴ്ചയല്ലേ പൊന്നിന് പെണ്ണുണ്ട്. പക്ഷേ അന്ന് പൊന്നിന് വർക്കുണ്ട്. വർക്ക് കഴിഞ്ഞിട്ട് വേണം പൊന്നിന് എത്താൻ. പൊന്നു രാവിലെ വർക്കിന് പോകും. അപ്പോൾ അങ്ങനെ അവർ വരുന്ന സമയം എത്ര മണിക്കാന്ന് വിളിച്ച് പറയാനുണ്ട്. മെസ്സേജ് അയക്കുന്നതിന് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ എന്താ പരിപാടി പുട്ടും കട ഉണ്ടാക്കുന്നുണ്ട്. പറമ്പിൽ പുല്ല് വെട്ടുന്ന ആൾ ഞാൻ വരാണ്ട് വന്നില്ല. ഇന്ന് വരുന്നു പ്രതീക്ഷിക്കുന്നു. ഞാൻ വരാൻ വന്നില്ല. ഇന്നലെ വരാമെന്നൊന്നും വന്നില്ല. ഇന്ന് വരുന്നു പ്രതീക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ പണിയോട് നോട്ടെ. അതിന് ശരിക്കും കഴിച്ച പയർ പാത്രത്തിലേക്ക് മാറ്റിക്കുന്നത്. അത് ഉച്ചയ്ക്കുള്ള കറിയല്ലേ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം ഉണ്ടാക്കട്ടെ കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഒരു വീഡിയോ ആണ് 2 ദിവസത്തെ ഒരു വീഡിയോ ആയിട്ട് ഉച്ചയരത്തുള്ള വീഡിയോ ആണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. എന്താ വെച്ചാൽ ഇന്നലെ ഉച്ചയ്ക്ക് വയ്യാണ്ടായിരിക്കും വീഡിയോ ഫുള്ളും ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. അതിനായിട്ട് എനിച്ചിട്ട് ചെറുപയറൊക്കെ ചെറുപയറല്ല ഉണക്കപ്പയർ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അത് വേവിച്ച് വെച്ചു എരിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കടല നമ്മുടെ പുട്ടും കടലക്കറിക്ക് വേണ്ടിയിട്ട് കേട്ടോ. പുട്ടും കടലക്കറി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫേവറേറ്റ് ആട്ടോ. പുട്ടും കടലക്കറി എൻ്റെ അനിയൻ്റെ കുഞ്ഞൻ്റെ കേട്ടോ. പൊന്നിന് ഇഷ്ടമില്ല. ഷേബി പുട്ടും കടലയാകുമ്പോൾ പൊന്നിന് പിന്നെയും കഴിക്കും കേട്ടോ.
അങ്ങനെ കടല വേവിക്കാൻ വെച്ചു. ചോറ് നേരത്തെ കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ അത് തിളപ്പിച്ച് വിട്ടാൽ ആകെ ഒരു ചെറിയ കാലത്തിലെ ചോറ് വയ്ക്കണം, അതും ബാക്കി ഇനി കേട്ടോ. അങ്ങനെ അത് 2 നേരം കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ കാലത്തിൽ ബാക്കി വരുന്നത്. അതും എത്ര ആൾ 7 ആൾ ചോറിനുള്ളവരുണ്ട്. 7 കാർത്തും ഇപ്പോൾ ചോറിനെ കഴിക്കുന്നത്. ഒരു കറച്ചും കറിച്ചായാലും കാർത്തും ചോറാണ് കഴിക്കുന്നത്. അങ്ങനെ ചോറ് ആരംഭിച്ചു. പുട്ടിനുള്ള പൊടി കുഴയ്ക്കാം കേട്ടോ. പുട്ടിൻ്റെ പൊടി കുഴച്ചു, അത് കുതിരാൻ വെച്ചതിൻ്റെ ശേഷം നമ്മളിങ്ങനെ അത് മാറ്റി വെച്ചു കേട്ടോ. അത് അടച്ച് വെച്ചു. പിന്നെ നമ്മൾ അനുവേട്ടൻ ഇന്ന് ഫുള്ളും പുറത്തായിരുന്നിട്ടോ പണി. പുറത്ത് കുറച്ച് കാര്യങ്ങളും പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അനുവേട്ടൻ ഇന്ന് കിട്ടിയിട്ട് നാളികേരം ഉണ്ടായിരുന്നു, അപ്പോൾ അത് പറക്കാൻ പോയി. അപ്പോൾ നാളികേരം ചെരികണ പണി അനുവേട്ടനായിരുന്നിട്ട്. പക്ഷേ ഇന്നത് എനിക്ക് കിട്ടി. വെട്ടൂത്തി കാണാത്താനും നമ്മൾ ഉള്ളിലൊക്കെ ചതക്കില്ല, അതുകൊണ്ടാണ് നാളികേരം ഉടച്ചത്. അങ്ങനെ കൈ ഒന്ന് പതുക്കെ അതിൻ്റെ കൊണ്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അന്നേട്ടം കണ്ടാൽ മതി ചീത്തയൊക്കെ. ഞാൻ വന്നിട്ട് ചെയ്തതിൽ എന്തായാലും നീ ഒറ്റയ്ക്ക് ചെയ്തിട്ട് ചെയ്തിട്ട് എന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. 2 കൈ വേദനയും കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെ കുറേ പക്ഷേ എനിക്ക് ചെയ്യുമ്പോൾ നാളെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്ത് തീർക്കും വേണം. അങ്ങനെ 2 നാളത്തിൽ 4 മുറിയുണ്ട്. അതിന് 3 മുറി ചെരികി വരുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വയ്യാണ്ടേ. അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് അയ്യോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാ 3 മുറി ചെരികി എടുത്തു കഴിഞ്ഞു. പിന്നെ അവിടെ ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു മുറി അവിടെ വെച്ച് കഴിഞ്ഞാൽ ആവശ്യം ഞാൻ എന്നേട്ട് വന്നിട്ട് അതിന് ചെരികി തരും കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൽ ചെരികി കുറച്ച് ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു തന്നെയായിട്ട്. അങ്ങനെ അവിടെയൊക്കെ ക്ലീനാക്കി നമ്മൾ വീണ്ടും അടുത്ത അടുക്കളയിൽ വന്നപ്പോൾ നമ്മുടെ മത്തങ്ങ ഫ്രിഡ്ജിൽ നിന്ന് അടുത്തിറക്കി ഇന്നലെ നെക്സ്റ്റ് പോയി മേടിച്ച മത്തങ്ങ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് പൊന്നൂന് എലിശ്ശേരി കൂട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അരിഞ്ഞ് എലിശ്ശേരി വെക്കാനുള്ള പരിപാടിയാണ്. എന്താ വെച്ചാൽ ഇന്ന് ഫുള്ളും വീട് ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഉച്ചത്തെ ഫുഡിനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിച്ച് വെച്ചാലാണ് നമുക്ക് വീട് ക്ലീൻ ചെയ്യാൻ നിൽക്കാൻ പറ്റുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ ഒരു ചേച്ചി വരും നമ്മുടെ വീട് ക്ലീൻ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ നിൽക്കുന്നത് എന്താ വെച്ചാൽ കുറേ പഴയ സാധനങ്ങൾ, കുറേ പഴയ ടോയ്സുകൾ, പിന്നെ കുറേ പുസ്തകങ്ങൾ, പേപ്പറുകൾ, അങ്ങനെ കുറേ കണ്ടാമുട്ടുകളൊക്കെ ഉണ്ടാവും. ഇങ്ങനെ കുറേ സൂക്ഷിച്ചുകൊണ്ട് അടുത്ത പ്രാവശ്യം പിന്നെ എടുത്തേക്കും, പിന്നെ അങ്ങനെ കുറേ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യണ പരിപാടി. അപ്പോൾ നമ്മളോട് നിന്നാലാണ് കറക്റ്റായുള്ളത്. എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ നമ്മളോട് നിന്നാലാണ് നമുക്ക് ക്ലീനാക്കി കറക്റ്റ് ചെയ്ത് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ എല്ലാവരും പണിത് ചത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പയറിൽ മത്തങ്ങയൊക്കെ കഴുകിയിട്ടു. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, 2 അച്ച് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഒരച്ചോ അത് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇവിടെ ഷേപ്പിക്കും കുഞ്ഞിനൊക്കെ മാത്രമുള്ള എലിശ്ശേരിയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ശർക്കരയൊക്കെ ഇട്ടു. അപ്പോൾ നല്ല എരിവും ഉണ്ടാവും കേട്ടോ. മുളകും പൊടി ഞാൻ ഒരു 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അടുപ്പത്ത് കഴിച്ചാൽ അതിൽ കറിവേപ്പില ഇട്ടു. ഇനി അത് വേവാൻ അവിടെ ഇരിക്കണം. അപ്പോൾ ഈ നാളികേരത്തിൽ 4-5 ചുവന്നുള്ളി, ഒരു വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂണോടത്തോളം നല്ല ജീരകം, വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല അരച്ച് അത് സെറ്റാക്കി കൊണ്ടുവയ്ക്കാം കേട്ടോ. അപ്പോൾ പറഞ്ഞ് തീർത്തില്ല. ഇന്നത്തെ വീട് ക്ലീനിങ്ങിൻ്റെ പണി അനുവേട്ടൻ, ഞാൻ, കുഞ്ഞ്, ഷെബി ഉണ്ടായത് ഒരു വശം, പൊന്നും കുറേശ്ശെ ചെയ്തു. കുഞ്ഞിന് ഫ്രിഡ്ജ് ക്ലീനിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞിൻ്റെ മെയിൻ പണി ഇന്നത്തെ. അപ്പോൾ നമ്മൾ എരിശ്ശേരിക്കൊക്കെ അരപ്പ് കൊടുന്നു. ഇനി മത്തങ്ങ വേവിച്ചതിന് വെന്തതിന് ശേഷം നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും ഞാൻ ഒരു പാത്രത്തിൽ 3-4 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 തക്കാളി, 2 പച്ചമുളക്, ഒരു വലിയ സബോള കേട്ടോ. നമ്മുടെ കടലക്കറിക്കുള്ള പരിപാടിയിലാട്ടോ അടുത്തത്. അപ്പോൾ നമ്മൾ കട്ടിംഗ് ബോർഡൊക്കെ ഒന്ന് കഴുകി നമ്മൾ ആദ്യം ഇഞ്ചി ചതച്ച് സൈഡിലാക്കി. പിന്നെ ഇത് വെളുത്തുള്ളി ചതച്ചു. എനിക്ക് ഇങ്ങനെ ചതയ്ക്കുമ്പോൾ സുഖം. നമ്മൾ അതിൻ്റെ ഉള്ളിലിട്ട് ഇങ്ങനെ ചതയ്ക്കുമ്പോൾ എത്ര നേരം വേണമെന്നറിയോ. ഈ മരത്തിൻ്റെ മുട്ടയാണെങ്കിൽ നല്ലതാട്ടോ. കുറേ ആയി ഞാൻ മേടിച്ചിട്ട്, പക്ഷേ കുറേ നല്ല യൂസിങ് ആണ് കേട്ടോ. മറ്റുള്ള അതിലൊക്കെ ആകുമ്പോൾ കറയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കാണും കേട്ടോ. പക്ഷേ ഇത് മരത്തിൻ്റെ ആകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഒരു സബോളയാണ് കേട്ടോ. വലിയൊരു സബോളയൊക്കെ ആണ് കേട്ടോ ഒരെണ്ണം എടുത്തത്. അതിന് ചെറുതൊക്കെയാണ് 2 നമുക്ക് എടുക്കാം. അങ്ങനെ 2 പച്ചമുളകും നന്നാക്കിയിട്ട് പിന്നെ ഇത് 2 തക്കാളി നമ്മൾ അരിഞ്ഞിട്ടു കേട്ടോ. അപ്പോൾ ഒക്കെ പറഞ്ഞ പോലെ പെട്ടെന്ന് കഴിയണം എന്നുള്ള നിലയ്ക്ക് ഞാൻ 3 തക്കാളി എടുത്തു. ഒരു കുഞ്ഞ് തക്കാളി കറിവേപ്പിലയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്ത് ഞാൻ അരിഞ്ഞിട്ടു കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ കറിവേപ്പിലും 2 അല്ലി കറിവേപ്പില ഇട്ടു. അങ്ങനെ നമ്മുടെ കടലക്കറിക്കുള്ള ഐറ്റംസുകളൊക്കെ റെഡി ആയിട്ടാണ്. അപ്പോൾ ഇത് ഇപ്പുറത്ത് കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടി നമ്മൾ എടുത്തിട്ട് കഴുകാട്ടോ. അങ്ങനെ ചട്ടിയൊക്കെ കഴുകി അത് അടുപ്പത്തേക്ക് വെച്ചു. അപ്പോഴേക്കും നോക്കുമ്പോൾ നമ്മുടെ എരിശ്ശേരിയൊക്കെ ഏകദേശം തിളച്ച് സെറ്റായിട്ടുണ്ട്. ഏകദേശം കഷ്ണങ്ങളൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ എരിശ്ശേരിക്ക്. പിന്നെ എന്താ കടലക്കറി ഞാൻ വറുത്തരച്ച് നാളികേരം അരച്ച് വെക്കാറുണ്ട്. പക്ഷെ ഇന്ന് മസാല തക്കാളിയും സബോളൊക്കെ വണക്കിയിട്ടുള്ള ടൈപ്പാണ് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ നാളികേരം വറുത്തരച്ച് വെക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ചാലും എല്ലാവർക്കും ഇവിടെ ഇഷ്ടം കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായപ്പോൾ എനിക്ക് ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി ഇട്ട്, സബോള ഇട്ടു. അത് നന്നായി വാടി വരുന്നതോടുകൂടി അപ്പോൾ നമ്മുടെ മത്തങ്ങ അവിടെ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ ഉടച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സബോള ഇപ്പുറത്തെ കൈ കൊണ്ട് ഇളക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മത്തങ്ങയൊക്കെ അരപ്പ് സെറ്റായപ്പോൾ വെന്തപ്പോൾ അരപ്പ് ഒഴിച്ച് കൊടുത്തു കേട്ടോ.
അരപ്പ് ഒഴിച്ച് കൊടുത്ത് അത് വെന്ത് വരുമ്പോഴേക്കും ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മളിതുകൊണ്ട് മത്തങ്ങയും പയറൊക്കെ ഒന്ന് ഉടച്ച് ആ എലിശ്ശേരിക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് എലിശ്ശേരി ഒരു ടേസ്റ്റുള്ള മത്തങ്ങയുടെ പയറിൻ്റെയും നാളികേരത്തിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റ് വരും കേട്ടോ. ഒരു കൈ കൊണ്ട് കറി മത്തങ്ങ കറിയും ഒരു കൈ കൊണ്ട് കടലക്കറിയും ഭയങ്കര സ്പീഡിലാണ് ഇന്നത്തെ പരിപാടികളൊക്കെ. എന്തായാലും ഏട്ടാ പോയാ അങ്ങനെ പുല്ലുവെട്ടിനൊക്കെ പോയില്ലേ? പുല്ലുവെട്ടിന ആൾക്കാർ പോയാ കുറച്ചൊക്കെ പുല്ല് വെട്ടിയിട്ടാ റോട്ടിൽ പുല്ല് വെട്ടി. ഞങ്ങൾ വീണ്ടും സൈഡൊക്കെ പുല്ല് വെട്ടിലുണ്ടായിരുന്നു. ഇനി ബാക്കിൽ പറമ്പിൽ വെട്ടണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കടലയിൽ മുളകും പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടി ഇട്ടിട്ട് വേറെ ഒന്നും ഇട്ടില്ല. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളകും പൊടി, നുള്ളു മഞ്ഞൾപ്പൊടി, നുള്ളു ഗരം മസാലപ്പൊടി. അപ്പോൾ അത് അപ്പുറത്ത് വാട്ടുണ്ട്. അപ്പോൾ നമ്മൾ എരിശ്ശേരിയൊക്കെ തിളച്ചപ്പോൾ അത് ഓഫ് ചെയ്തു. പിന്നെ എൻ്റെ ക്യാമറ ഓഫായി പോയി, ഞാൻ അറിഞ്ഞില്ല. പിന്നെ നോക്കിയപ്പോൾ ക്യാമറ ഫുള്ളായിട്ട് ഓഫായി. പിന്നെ അത് ആദ്യം ഡിലീറ്റ് ചെയ്ത് വീഡിയോസൊക്കെ പഴയത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും വീഡിയോ എടുക്കുക ചെയ്ത് കേട്ടോ. പിന്നെ നമ്മൾ കടുക്, നാളികേരം, മുഴുവൻ കറിവേപ്പില ഇതാണ് കേട്ടോ. ഇതിൽ വറുത്തിട്ട് ഇടുന്നത്. നമ്മൾ ജീരകം ഇടുന്നവർക്ക് ജീരകം ഇടാം. ഞാൻ ജീരകം ഇട്ടിട്ടില്ല, നമ്മൾ അരക്കണയിൽ മാത്രമേ ജീരകം ഇട്ടിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഇതൊരു പുളിയുറുമ്പിൻ്റെ നിറം കേട്ടോ. ഒരുപാട് അവിടെ കറുത്ത് പോകണ്ട, ഒരു ഗോൾഡൻ നിറമാകുമ്പോൾ കണ്ടോ, ഒരു ഗോൾഡൻ നിറമാകുമ്പോൾ നമുക്കത് വറുത്തരിടാം. അപ്പോൾ നമ്മുടെ കറിയുടെ ഒരു ഭംഗി തന്നെ നോക്കി എലിശ്ശേരിയുടെ. ഇനി എലിശ്ശേരി കൂട്ടി ചോറുമ്പോഴേ ഒരു പപ്പടമോ അല്ലെങ്കിൽ നല്ല തൈരോ അല്ലെങ്കിൽ നല്ല ഉണക്കൽ. എനിക്കിഷ്ടം നല്ല ഉണക്കമീൻ വറുത്തത് പച്ചമീൻ വറുത്തതൊക്കെയാണ് കേട്ടോ അതിന് യോജിക്കുക. ഇറച്ചി മീൻ കഴിക്കാത്തവർക്ക് അങ്ങനെ കഴിക്കാം. അപ്പോൾ ഞാൻ ലൂസാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ചോറിലേക്ക് ചാറ് കറി പോലെ വെച്ചിട്ടുണ്ട്. Mami di Nedinda mami di da mami ini punya itu mau kerja coba itu ഇന്നലെ ആരടി പുലർച്ചെ 9 മണി വരെ ആരാ നോക്കി പറയേ ഞാനല്ലേ നിനക്ക് അപ്പം ഉണ്ടായിരുന്നല്ലോ. എന്റെ അമ്മ പോയപ്പോ ടേച്ചി മോദിച്ചിട്ടൊക്കെ അച്ഛനമ്മ അച്ഛനോട് അമ്പ വെച്ചു
കുത്തണ്ടേ വണ്ടി ഉണ്ടല്ലോ ഞാൻ പൊട്ടിടുക വാ ഇതാണ്ടി അമ്മാമ്മയുടെ പൊന്നുമുള്ള സ്നേഹം. ചായ കുടിക്കാൻ ആരെങ്കിലും വരുന്നുണ്ടാ? അതിനേട്ടാ വരണ്ട ചേട്ടാ കുണുക്കാ. ചായ കൂടി കഴിഞ്ഞത് മാത്രം ഓർമ്മയുള്ളൂ കേട്ടോ. പിന്നെ പണിക്ക് ഇറങ്ങിയതാട്ടോ. എത്ര നേരമായിരുന്നു. അതായത് നമ്മൾ ചെമ്മീരും കാര്യങ്ങളും ഓരോ മുക്കും മൂല് ചെമ്മീരായിട്ടൊക്കെ നമ്മൾ ടിഷ്യൂ അടിക്കില്ലേ അത് വെച്ചിട്ട് നമ്മൾ തുടച്ചാണ്ടല്ലോ അഴുക്കുകളുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ചെമ്മീരുമ്പൊന്ന് പോയിട്ട് അഴുക്കുകൾ ഉണ്ണുകൾ പേനുകൊണ്ട് സ്കെച്ച് കൊണ്ട് വരച്ചത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ടിഷ്യൂ വെച്ചിട്ട് തുടച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോയിട്ടെ ഞങ്ങൾ. അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അതിൻ്റെ ഉള്ളൊക്കെ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഓരോന്ന് അപ്പോഴേക്കും കാർത്തിനും കുണുക്കിനും അതുകൊണ്ട് ജ്യൂസ് അടിച്ചതാട്ടോ. അപ്പോൾ അത് കൊടുന്ന് കുറച്ച് കുടിക്കാൻ തന്നു. അത് കൂടി ടേസ്റ്റ് നോക്കിയതാട്ടോ. അങ്ങനെ ചെമ്മീരും കാര്യങ്ങളും ജനലകളും ഒക്കെ തുടച്ച് എന്താ പറയുക, സത്യം പറഞ്ഞാൽ ഇന്ന് ശരിക്കും വയ്യാണ്ടായി. അതിൻ്റെ ഇടയിൽ പണിയെടുത്ത് വയ്യാണ്ടായി. അന്യേട്ടന് അതൊക്കെ നല്ല പണിയായിരുന്നു. നല്ല പണി വെച്ചാൽ നല്ല പണി. നമുക്ക് കാണുമ്പോൾ അത് നിസ്സാരം ചെറിയ വീടും കാര്യങ്ങളും, പക്ഷെ എന്നാലും നമുക്ക് ഇത്രയും പേര് താമസിക്കുന്ന വീടല്ല. അപ്പം നമുക്ക് അതിൻ്റെതായ സാധനം വേസ്റ്റുകളും കാര്യങ്ങളും ഡ്രസ്സായാലും ടോയ്സ് ആയാലും പേപ്പറുകളായാലും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇതേപോലെ അമ്മയും മോളെയും ഞാൻ റൂമിൽ പോയിട്ട് കാർത്തിനെ ഉറക്കി പറഞ്ഞതാ. ആരും ഉറങ്ങണേ കാർത്തുമ്പോൾക്ക് അങ്ങനെ ഉറക്കും കാര്യങ്ങളും 5 മിനിറ്റ് ഉറങ്ങിയത് എനിക്ക് വരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ വീട് ചിങ്ങമാസം 1-ാം തീയതി നാളെ. അപ്പോൾ ഓണത്തിന് വരവേൽക്കുള്ള തയ്യാറെടുപ്പാണ് നമ്മുടെ വീട്. ഓണത്തിനുള്ള വരവേൽപ്പാണ് ചിങ്ങമാസം 1-ാം തീയതി കൊല്ലവർഷം. നാളെ മലയാള മാസം അത്തക്കാള അത്തം തൊട്ട്. ഇത് ചിങ്ങമാസം 1, മലയാള മാസം 1-ാം തീയതി കൊല്ലവർഷം. ഇപ്പോൾ ജനുവരി ന്യൂ ഇയർ എന്ന് പറയില്ലേ, ഇത് അത് ഇംഗ്ലീഷ് മാസം ജനുവരി 1-ാം തീയതി. മലയാള മാസം 1-ാം തീയതിയാണ്, ചിങ്ങമാസം 1-ാം തീയതിയാണ്. അപ്പോൾ അതിന് വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിൽ പേര് ഇട്ടുണ്ടോ. അങ്ങനെ നമ്മുടെ ഏകദേശം ഓണത്തിനുള്ള പണിത്തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. നാളെ ചിങ്ങമാസം 1-ാം തീയതിയാണ്. നമ്മുടെ വീടിൻ്റെ അപ്പോൾ ജനലും കട്ടിലും ഒക്കെ കഴുകി നീറ്റാക്കി പൊടിയില്ലാത്തൊരു ഇതിലാക്കി. ഇങ്ങനെ ഇവിടെ എന്തൊക്കെ ഇരിക്കുന്നുണ്ട് അതൊക്കെ എടുത്ത് മാറ്റണം. ബാക്കിയൊക്കെ ക്ലീനാക്കി. ഇതിപ്പോൾ തിരുമ്പി കൊണ്ടിട്ടുള്ള കേട്ടോ. അത് കോണിയൊക്കെ ഇതേ തുടച്ച് സെറ്റാക്കി. സ്റ്റഡി ടേബിൾ കുഞ്ഞിൻ്റെ റൂം കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ കുഞ്ഞിൻ്റെ റൂം സോക്കേസൊക്കെ പൊടിയൊക്കെ തട്ടി ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് വേറെ എടുത്തെന്നാണ് പറയണത് കുഞ്ഞു. അപ്പം അങ്ങോട്ട് പോണില്ല. ആ റൂമും ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാ കുഞ്ഞാ എന്താ പറഞ്ഞ മനസ്സിലാകത്ത്? ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യണല്ലേ. ഓരോരുത്തർ കാര്യമില്ലാക്കി അച്ഛൻ വന്നിരിക്കുക. അമ്മയുടെ ചൂടപ്പോൾ ഉന്നയിച്ചോണ്ട് വിളിക്കാൻ പറയേ. നീ കാർത്തൂനെടുക്ക. അപ്പം ഈ കോണിൻ്റെ അടിയിൽ ഇവരൊക്കെ ടോയ്സും കാര്യങ്ങളൊക്കെ കേട്ടാൽ കൊട്ടുള്ള സാധനമൊക്കെ അപ്പോൾ അതൊക്കെ ഒതുക്കി വെച്ചു. പിന്നെ ഇത് ഈ റൂമിൽ കുറേ സാധനങ്ങളൊക്കെ ഈ പെട്ടിയാണ്. അതും അതൊക്കെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി ഗുരുവായൂരപ്പനെ തുടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലത്ത് കൊണ്ടിരിക്കും. അപ്പം ഈ നമ്മുടെ കാറ്റുമ്പോൾ കണ്ട കാറ്റുമ്പോൾ അമ്മാമ്മ കുപ്പിച്ചേരാം കേട്ടാ. അമ്മാമ്മ കുപ്പിച്ചേരാം. അഞ്ചുന്നെ ഉമ്മന്നെ അമ്മമ്മ ചുമ്മന്നെ ചോടുക്കാനാണ് എടുക്കാനാണ് അമ്മമ്മ പെര കണ്ടാ. നോക്ക് കയറി നോക്ക്. എടുക്കാം അമ്മമ്മ. അങ്ങനെ ഇതിൻ്റെ മേത്ത് ഒരാൾ കയറി അള്ളി പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഹായ് ബയ്യോ, ഹായ് കേട്ട് താറ്റോത്ത് അച്ഛടി. അമ്മമ്മ പൊന്നാണ് കേട്ടത്. അമ്മമ്മയുടെ പൊന്നാണ്.
സ്വർണ്ണക്കുടം മുപ്പേര. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ദൈവമേ എന്നെ കണ്ടിട്ട് എനിക്ക് തന്നെ മനസ്സിലാവില്ല രൂപ. അപ്പോൾ ബായ് ബായ് പറയും. ബായ് താറ്റ് നോക്കൂ. പ്രേമിച്ചോത്തെ